നമസ്കാരം. വില്ലേജ് ഇൻവെസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലയൻസ് ഇൻഡസ്ട്രിയുടെ Q3 റിസൾട്ടാണ്. അതിൻ്റെ Q3 റിസൾട്ട് അതിൻ്റെ ഗ്രോസ് റവന്യൂ വരുന്നത് 2,67,186 കോടിയാണ്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 2,48,160 കോടിയായിരുന്നു. ഇയർ ഓൺ ഇയർ വരുമ്പോൾ 7.7% റവന്യൂ വർധനമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് വരുന്നത് കഴിഞ്ഞ ക്വാർട്ടറിൽ 19,458 കോടിയാണ്. ഈ ക്വാർട്ടറിൽ അത് കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടറിലാണ് 19,458 കോടിയായിരുന്നു. ഈ വർഷത്തെ ലാസ്റ്റ് ക്വാർട്ടറിൽ Q3 വരുന്നത് 21,804 കോടിയാണ്. കഴിഞ്ഞ സെക്കൻഡ് ക്വാർട്ടറിൽ വന്നിട്ട് 19,101 കോടിയാണ്. ഈ കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ 11.9% വർധനവ് ഇയർ ഓൺ ഇയർ ബേസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോഫിറ്റിൽ കമ്പനിയിൽ മെയിനായിട്ട് സെഗ്മെൻറ്റ് ബേസ് അതിൻ്റെ റവന്യൂ വന്നിരിക്കുന്നത് ഗ്രോസ് അവരുടെ ജിയോ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത് ഗ്രോസ് റവന്യൂ 38,750 കോടിയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 32,510 19.2% വർധനവ് ജിയോ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോഫിറ്റ് വന്നിട്ട് 6,861 കോടിയാണ്. കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ Q3 വന്നിരിക്കുന്ന 5,447 കോടിയാണ്. ഇപ്പോൾ വന്നിട്ട് 6,861 കോടിയാണ്. 26% വർധനവ് അവരുടെ ജിയോ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത്. അവരുടെ കസ്റ്റമർ ബേസ് ആണെങ്കിൽ കസ്റ്റമർ ബേസ് വന്നിട്ട് ഈ ക്വാർട്ടറിൽ 482 മില്യൺ കസ്റ്റമേഴ്സ് 0.1 മില്യൺ കസ്റ്റമേഴ്സാണ് ഉള്ളത്. അതിന് കഴിഞ്ഞ ക്വാർട്ടറിൽ 470.9 മില്യൺ കസ്റ്റമറാണ് ഉണ്ടായിരുന്നത്. 2.4% വർധനവ് ഉണ്ടായി. ആർപ്പ് വന്നിട്ട് 203.2 പെർ സബ്സ്ക്രിപ്ഷൻ എന്ന് പെർ മന്ത് അവർക്ക് കിട്ടുന്ന റവന്യൂ 203.3 ഈ ക്വാർട്ടറിലുള്ളത്. കഴിഞ്ഞ ക്വാർട്ടറിൽ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ 181.7% ആർപ്പ് ഉണ്ടായിരുന്നത്. അത് 11.9% വർധനവ് ആർപ്പോയിൽ വന്നിട്ടുണ്ട്. അത് മെയിനായി അവരുടെ ജിയോ പ്ലാറ്റ്ഫോമിൽ ഉള്ളത്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളത് അവരുടെ റീറ്റെയിലിൽ ഗ്രോസ് റവന്യൂ വന്നിരിക്കുന്നത് 90,333 കോടിയാണ്. കഴിഞ്ഞ വർഷം ഈ തേർഡ് ക്വാർട്ടറിൽ വന്നിരിക്കുന്നത് 83,063 8.8% അവരെ ഗ്രോസ് റവന്യൂ വർധന വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോഫിറ്റ് വന്നത് 3,458 കോടിയാണ് ഈ Q3 പ്രോഫിറ്റ്. കഴിഞ്ഞ വർഷം 3,145 ആയിരുന്നു അവരുടെ Q3 പ്രോഫിറ്റ്. 10% അതിൽ വർധന ഉണ്ടായിട്ടുണ്ട്. റീറ്റെയിലിൽ അവരുടെ സ്റ്റോറുകളുടെ എണ്ണം സ്റ്റോറുകളുടെ നമ്പർ കഴിഞ്ഞ വർഷം ഈ ക്വാർട്ടറിലുള്ളത് 19,102 കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ 18,774 സ്റ്റോറുകളാണ് ഉള്ളത്. ഇപ്പോൾ ഈ വർഷം 1.7% വർധനവ് സ്റ്റോറുകളുണ്ട് വന്നിട്ടുണ്ട്. ഓയിൽ ടു കെമിക്കൽ ബിസിനസ് അവരുടെ മെയിനായിട്ടുള്ള ബിസിനസ്സാണ്. ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സാണ്. റവന്യൂ 1,49,595 കോടിയാണ് Q3 വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ Q3 1,41,096 കോടിയായിരുന്നു. 6% വർധനവ് റവന്യൂയിൽ വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ മാർജിൻ വന്നിട്ടുണ്ടെങ്കിൽ 9.6 ആണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 10% ഓപ്പറേഷൻ മാർജിൻ ഉണ്ടായിരുന്നു. കമ്പാരിറ്റീവ് കുറഞ്ഞു. ഓയിൽ ആൻഡ് ഗ്യാസിൽ നമ്മൾ ഓയിൽ ആൻഡ് കെമിക്കലാണ് നമ്മൾ ഇതിനു മുമ്പ് നോക്കിയത്. ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിലാണ് ഇതിന് 1,49,595 കണ്ടത്. ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിൽ അവർക്ക് റവന്യൂ വന്നിട്ട് 6,370 കോടിയാണ്. കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടറിൽ 6,719 കോടിയാണ്. മൈനസ് കുറവാണ്. അതിൽ 5.2% കുറവാണ് റവന്യൂയിൽ വന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.